കില്ലാടികളെ നമ്മുടെ നാദിർഷാനെ നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ? നമ്മുടെ സംവിധായകൻ, പിന്നെ നടൻ, പിന്നെ നമ്മുടെ പണ്ട് മിമിക്രി ആർട്ടിസ്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടല്ലേ. അപ്പൊ പുള്ളിക്കാരന്റെ ന്യൂസ് കണ്ടു കേട്ടാ. എന്ന് സംഭവിച്ചു, പുള്ളിക്കാരൻ ഒരു പൂച്ചനെ എറണാകുളം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അതിനെ കൊന്നു. എറണാകുളം ഹോസ്പിറ്റലിൽ പേര് വന്നിട്ട് ഇവിടെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യട്ടെ, എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ എന്നാണ് പേര്. അപ്പൊ പുള്ളിക്കാരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിംഗ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു 23 മണിക്കൂർ മുമ്പ് എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ നിയർ റേണായി മെഡിസിറ്റി പാലാരിവട്ടം. നല്ല ആരോഗ്യവാനായ ഞങ്ങളുടെ ക്യാറ്റിനെ ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോയതിന്റെ പേരിൽ ഒന്നും അറിയാതെ കുറെ ബംഗാളികളുടെ ഒപ്പം മലയാളികളും ഉണ്ട്. കയ്യിൽ കൊടുത്ത് കൊന്നുകളഞ്ഞ ദുഷ്ടന്മാരുള്ള ഈ ഹോസ്പിറ്റലിൽ ദയവ് ചെയ്ത് നിങ്ങളാരും നിങ്ങളുടെ പ്രിയപ്പെട്ട പെറ്റുമായി ചെന്ന് അബദ്ധം സംഭവിക്കരുത്. ഇവിടെ ഉള്ളവർക്ക് ഒരു തേങ്ങയും അറിയില്ല. ഒരു വിവരമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഡോക്ടർമാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരുടെ കയ്യിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പെറ്റ്സിനെ നൽകരുത്. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിലുള്ള ഫോട്ടോ. എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനതിൽ കമന്റ് സെക്ഷൻ ഒക്കെ വായിച്ചില്ല. കമന്റ് സെക്ഷൻ ചിലതൊക്കെ ഫണ്ണാണ്, പിന്നെ ചിലതൊക്കെ ഇതാണ് മനുഷ്യന്മാരെ കൊല്ലുന്ന ഈ നാട്ടിൽ മൃഗങ്ങളെ കൊന്നില്ലെങ്കിൽ അത്ഭുതമുള്ളതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതാണ് ഇവിടെ പൂച്ച. അതാ ഈ ഫോട്ടോ കണ്ടില്ലേ, നാദർഷക്കായും നമ്മളെ ഒരു പൂച്ചിനെ കൊണ്ട്. അപ്പൊ അതിന്റെ ന്യൂസ് ഉണ്ട് ഇല്ല, ന്യൂസ് ഞാൻ അതൊന്ന് പ്ലേ ചെയ്യട്ടാ. എന്നിട്ട് ബാക്കി ന്യൂസ് പറഞ്ഞാൽ ഒന്നുമില്ല ഇല്ല, നമ്മുടെ നാദർഷക പറയുന്നുണ്ട് എന്ത് സംഭവം എന്നുള്ളത്. ഇങ്ങനെ കൊണ്ടുപോയിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ. പക്ഷെ എന്നിട്ടും അവർക്ക് അറിയാത്തതുകൊണ്ടാണോ അറിയില്ല. ഇനിയിപ്പോൾ അവിടുത്തെ ഡോക്ടർമാരോ ഇനിയിപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ടാണോ അറിയില്ല, അവരെന്തൊക്കെ ചെയ്തു ഇല്ലല്ലേ. അപ്പൊ ഞാനൊരു നാദർഷയ്ക്കാക്കി പറയാനുള്ളൊരു സംഭവം ഇവിടെ പ്ലേ ചെയ്യാട്ടാ. അത് ന്യൂസുകാർ ബൈറ്റ് എടുത്തിട്ടുണ്ട്, അത് പ്ലേ ചെയ്യാം. ഞങ്ങൾക്ക് ഒരു പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്. ആ ക്യാറ്റിനെ ഇന്നലെ ഗ്രൂം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകളും ഭാര്യയും കൂടി എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിൽ. കാരണം ഈ ക്യാറ്റിന് ഗ്രൂം ചെയ്യിക്കുന്നതിന് മുമ്പ് അതിനൊന്ന് സെഡേറ്റ് ചെയ്യണം. സെഡേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അത് ഗ്രൂം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രൂം ചെയ്യുന്നത് വേറെ റോംസാൻ ട്രാക്കിലാണ്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്ന് സെഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്, എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിൽ. പക്ഷെ അവർ അവിടെ ഇരിക്കുന്ന 2 പുതിയ പിള്ളേരാണോ പഴയ പിള്ളേരാണെന്ന് അറിയില്ല, 2 മലയാളി പിള്ളേരാണ്. പിന്നെ അതിൻ്റെ കൂടെ ഏതോ ബംഗാളി പിള്ളേരുണ്ട്. ഇവരൊക്കെ കൂടി പറഞ്ഞ് ഗ്രൂം ചെയ്യാനായിട്ട് എൻ്റെ മകളുടെ അടുത്ത് പറഞ്ഞ് അല്ല സഡേറ്റ് ചെയ്യാണ്ട് തന്നെ ഞങ്ങൾ ഗ്രൂം ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മകള് പറഞ്ഞ് സഡേറ്റ് ചെയ്യാണ്ട് ഗ്രൂം ചെയ്യാൻ പറ്റില്ല ഇതിന്, കാരണം അത് കുറച്ച് അഗ്രസീവാണ് ക്യാറ്റ്. അപ്പോൾ ഇവർ പറഞ്ഞ് ഇതിനേക്കാളും വലുതിനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കഴുത്തിൽ മോള് കണ്ട് ഇതിൻ്റെ കഴുത്തിൽ ഒരു ചരട് കെട്ടിയിട്ട് ഇതിനെ വലിച്ച് കൊണ്ടുപോകുന്നതാണ് എൻ്റെ മോള് കണ്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ക്യാറ്റിൻ്റെ ബോഡി അത് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തിരിച്ചു തരുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ സെഡേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അറ്റാക്ക് കൊണ്ട് മരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, എൻ്റെ മോള് കൃത്യമായിട്ട് കണ്ടാണ് അതിനെ കഴുത്തിൽ കുരുക്കിട്ടിട്ട് ഇവർ രണ്ടുപേരും വലിച്ചുകൊണ്ട് ക്യാറ്റ് തിരിച്ച് ബലം പിടിക്കുന്ന സമയത്ത് ഇവർ വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതിൻ്റെ പേരിലാണ് ഞങ്ങളത് പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ വളരെ നമ്മളുടെ വീട്ടിലുള്ള പെറ്റിനൊക്കെ നമ്മൾ അത്രയും നമ്മുടെ വീട്ടിലൊരു കുടുംബാംഗത്തെ പോലെ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ അതിനെന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരാൾക്ക് സംഭവിച്ച പോലെ തന്നെ ഒരു വേദന നമുക്കുണ്ടാവും. ഇത് മറ്റാർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള പെറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർക്ക് അവരുടെ പരീക്ഷണങ്ങൾക്ക് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ, അതായത് നമ്മൾ വളർത്തുന്ന നമ്മുടെ പെറ്റ്സിനെ ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ് കില്ലാടികളുടെ സംഭവം. എന്താ പേർഷ്യൻ ക്യാറ്റിന് നല്ല വിലയുണ്ട്. പക്ഷെ എന്നാലും വിലയിലെ കില്ലാടല്ല, നമ്മളെന്താ ഒരു പെറ്റിനെ നമ്മളെന്താ നമ്മുടെ മോനെ പോലെയൊക്കെ നമ്മൾ നോക്കും. ശ്രദ്ധിച്ചാൽ കേട്ടോ, എന്താ നമ്മളിപ്പോൾ ചിലപ്പോൾ ഡോഗ് ആവാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പൂച്ച, അങ്ങനെ കുറേ സംഭവങ്ങൾ എന്താ നമ്മളത് നമ്മുടെ മോനെ പോലെ നോക്കില്ല സീരിയസ് ആയിട്ട്. അപ്പോൾ അവരുടെ വിഷമം അവർക്ക് അറിയുള്ളൂ ഇല്ലാടല്ല, നമ്മളതിനെ പറഞ്ഞിട്ടും കാര്യമില്ല. കുറേ പേര് അതിന് ഫണ്ണായിട്ടൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ പൂച്ചയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ വേറൊരു പൂച്ചയല്ലെങ്കിൽ ഇടല്ല, സീരിയസ് ആയിട്ട് നമ്മൾ മൃഗങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, മനസ്സിലായില്ല. എന്താ വെച്ചാൽ ലൈഫിൽ ചിലപ്പോൾ അവർക്കത് വലിയ സംഭവമായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഏകദേശം ഒരു 4-5 നായ്ക്കളൊക്കെ ഉണ്ട്, പട്ടികളുടെ. അപ്പോൾ ഞങ്ങൾ നായ്ക്കളെന്നാണ് പറയാം പാലക്കാടൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ അത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര കാര്യമാണ് ഇല്ലാറുള്ളത്. നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് തന്നെയാണ്. പ്രസവിച്ചിട്ടൊക്കെ നമ്മൾ പുറത്തും കൊണ്ടുവിടില്ല. ചില ആൾക്കാർക്ക് അത് പുറത്തൊക്കെ കൊണ്ടുവിട്ട് അവിടെ ഇവിടെ കൊണ്ടുവിട്ട് അതിനെ റോഡൊക്കെ വണ്ടിയൊക്കെ കയറി ചാവാൻ ചാൻസ് ഉണ്ട്. നമ്മളെന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ശീലമില്ലാതെ നമ്മളവിടെ പ്രസവിക്കുന്ന നായ്ക്കളെന്ന് വെച്ചാൽ നമ്മൾ എവിടെയും കൊണ്ടുവിടില്ല, നമ്മളവിടെ തന്നെ വളരുക, അങ്ങനെ സംഭവം. നമുക്കൊക്കെ അത് കാര്യമായിട്ടില്ല, നമുക്ക് ഒരെണ്ണമല്ല, അങ്ങനെ 6 എണ്ണമുള്ള വരെ നമുക്കത് ഭയങ്കര കാര്യമാണ്. അപ്പൊ ഇങ്ങനെയല്ല, നമുക്ക് എല്ലാ മൃഗങ്ങൾക്കും അതിൻ്റെതായ ഒരു പരിഗണന ഉണ്ട്. അപ്പൊ അത് നോക്കുക. ഇതിപ്പോ ഈ എറണാകുളം ഹോസ്പിറ്റലിൽ എന്നൊരു പെറ്റ് ഹോസ്പിറ്റലിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പൊ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാതിരിക്കുക. ഇത് നമ്മൾ ആ ഒരു പരിപാടി അറിയുകയാണെങ്കിൽ ചെയ്യുക, അല്ലാന്ന് എന്താണ് പറ്റില്ലെന്ന് പറയുക. വെറുതെ നമ്മളൊരു മൃഗത്തിനെ കൊന്നിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും കേസ് ഇല്ലെങ്കിൽ ലീഗലായിട്ട് മൂവ് തന്നെ വേണം എന്നാണ് ഞാൻ പറയാനുള്ളത്. അപ്പൊ നിങ്ങളാരും ഇത് ഫണ്ണായിട്ട് എടുക്കരുതില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗത്തിനും അതിൻ്റെതായ ഒരു വിലയുണ്ട്, അതിന്റെ ജീവനും മനസ്സിലാക്കുക.
അതേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായി നോക്കുക. നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ മൃഗങ്ങളിലൊക്കെ നമ്മൾ ചിലരൊക്കെ എന്താണെന്ന് അറിയില്ല, മക്കളൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ മൃഗങ്ങളായിട്ട് മക്കളെ പോലെ കാണാറുണ്ട്. മക്കളുള്ള ആൾക്കാർ കാണാറുണ്ട്. എന്ന് വെച്ചാൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അത് ഭയങ്കര സെറ്റാണ് സാധനം. അതാണ്. അപ്പോൾ അതേ പറയാനുള്ളൂ.